രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഇന്ത്യ മുന്നണിയുടെ മെഗാ റാലിയിൽ ഇടത് പാർട്ടികൾ പങ്കെടുക്കില്ല. രാഹുൽ ഗാന്ധിയെയും കെ.സി. വേണുഗോപാലിനെയും കേരളത്തിൽ മത്സരിപ്പിക്കുന്നതിൽ വിയോജിപ്പ് അറിയിച്ചാണ് ഇടതു നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. നേരത്തെ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കളെ ക്ഷണിച്ചെങ്കിലും റാലിയിൽ നിന്ന് വിട്ടുനിൽക്കും. മുംബൈ ശിവാജി പാർക്കിലാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായാണ് മെഗാ റാലി സംഘടിപ്പിക്കുന്നത്. നോബിൾ മാരിക്കാരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം എത്തുകയാണ്. നോബിൾ മാരിക്കാരൻ, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണല്ലോ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഊർജ്ജം ഉൾക്കൊള്ളേണ്ട ഒരു മെഗാ റാലിയിൽ നിന്ന് ഇടത് പാർട്ടികൾ വിട്ടുനിൽക്കുകയാണ്. അതിന് കാരണം കേരളത്തിലെ കെ.സിയുടെയും രാഹുലിന്റെയും 2 സീറ്റുകളിലെ സാന്നിധ്യം കൂടിയായി മാറുമ്പോൾ അതെങ്ങനെയാണ് മുന്നണി ബന്ധത്തെ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെ ബാധിക്കാൻ പോകുന്നത്? സുജയ, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമാക്കി ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനത്തെ മാറ്റും എന്തായിരുന്നു കോൺഗ്രസിന്റെ ഒരു വാഗ്ദാനം. അതുമായി ബന്ധപ്പെട്ട പ്രചാരണം ഉൾപ്പെടെ കോൺഗ്രസ് നടത്തുകയും മുഴുവൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് ഉൾപ്പെടെ മല്ലികാർജ്ജുൻ ഖാർഗെ കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇടതു പാർട്ടികൾ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇടതു പാർട്ടികൾ ഇതിൽ വ്യക്തമാക്കുന്നത് പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇടതു പാർട്ടികൾക്ക് എതിരെ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം CPM-നെതിരെ അല്ലെങ്കിൽ ഇടതു പാർട്ടികൾക്കെതിരെ കേരളത്തിന് സ്ഥാനാർത്ഥിയായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല സംസ്ഥാനങ്ങളിലും, അതിപ്പോൾ മഹാരാഷ്ട്രയാകട്ടെ അല്ലെങ്കിൽ രാജസ്ഥാനാകട്ടെ, മറ്റ് പല സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെ വേണ്ട രീതിയിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപം കൂടി അവർക്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. ഡി രാജയോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയോ, ഈ 2 പേരും ആരും ഇതിൽ പങ്കെടുക്കുന്നില്ല. ഒപ്പം പ്രതിനിധികളെയും അയക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഭാരത് ജോഡോ യാത്ര നടന്നപ്പോൾ കശ്മീരിൽ ഈ നേതാക്കൾ എത്തുകയും യാത്രയുടെ ഭാഗമാവുകയൊക്കെ ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ വലിയ പരിപാടിയാണ്. അതും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളായ MK സ്റ്റാലിൻ, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, അതായത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു ഇത്. തീർച്ചയായും ഈ CA അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കപ്പെടും. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ, അത്തരത്തിലുള്ള പ്രചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇടതു പാർട്ടികൾ വിട്ടുനിൽക്കുന്നത് മറ്റു തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ മമതാ ബാനർജിയെയും ഈ പരിപാടിയിലേക്ക്, പശ്ചിമബംഗാളിൽ സഖ്യം ഇല്ലെങ്കിൽ പോലും മമതാ ബാനർജിയെയും ഈ വേദിയിൽ എത്തിക്കാൻ കോൺഗ്രസ് ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മമതാ ബാനർജിയും ഇങ്ങോട്ട് എത്തുന്നില്ല. തീർച്ചയായും മഹാസമ്മേളനം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനം എന്ന് പറയുമ്പോൾ, പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ അവിടെ ഇല്ല എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായും അത് മറ്റു തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതുപക്ഷവും ഒപ്പം കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഇതിൽ ഇടതുപക്ഷം പങ്കെടുക്കാത്ത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അത് വലിയ തിരിച്ചടിയാണ്. ഇന്നിപ്പോൾ 7 മണിക്കാണ് മഹാസമ്മേളനം ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായി. നേതാക്കളും പ്രവർത്തകരൊക്കെ ഈ ശിവാജി പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുജയ.